നമസ്കാരം. പ്രധാന വാർത്തകൾ. ചരിത്രം വളച്ചൊടിച്ചും ഗവർണറെ പോലും തെറ്റിദ്ധരിച്ചുമാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും കോട്ടായ സ്വദേശിയുടെ മരണത്തിൽ പോലീസ് അലംഭാവം കാണിക്കുന്നതായി പുലയർ മഹാസഭ. വഴിയോര പഴം പച്ചക്കറി കച്ചവടക്കാരനെ മർദ്ദിച്ചുവെന്ന് പരാതി. വാർത്തകൾ വിശദമായി. ചരിത്രം വളച്ചൊടിച്ചും ഗവർണറെ പോലും തെറ്റിദ്ധരിച്ചുമാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ചരിത്രം വളച്ചൊടിച്ച് ഗവർണറെ വരെ തെറ്റിദ്ധരിപ്പിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനമെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പി ബാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് ആർ ശങ്കറിന്റെ ആഭിമുഖ്യത്തിലുള്ള സർക്കാരാണ്. 58-ൽ KR ഗൗരിയമ്മ കൊണ്ടുവന്നത് കർഷക ബന്ധ നിയമമാണ്. ഭൂപരിഷ്കരണ നിയമത്തെ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയതും ആർ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി ഉറപ്പാക്കുന്ന നിയമം പാസാക്കിയത് EMS സർക്കാരാണെന്ന വാദവും ചരിത്രപരമായ തെറ്റാണ്. കുറഞ്ഞ കൂലി ഉറപ്പാക്കുന്നത് കേന്ദ്ര നിയമമാണ്. ഇക്കാര്യങ്ങളിൽ സംസ്ഥാന ഗവർണറെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. രാജ്യത്ത് സ്വാതന്ത്ര്യസമരം നടത്തിയത് തങ്ങളാണെന്ന് ഭാവിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെട്ടേക്കാം. രാജ്യത്തിന് മാതൃകയായ കർഷക തൊഴിലാളി നിയമവും കർഷക തൊഴിലാളികൾക്ക് പെൻഷനും ഉറപ്പാക്കുന്ന നിയമങ്ങളുടെ രൂപീകരണത്തിന് പി ബാലൻ വഹിച്ച പങ്ക് മറക്കാനാവില്ല. അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാക്കിയ പി ബാലന്റെ പ്രവർത്തന പാരമ്പര്യവും രീതികളും ഇന്നത്തെ നേതാക്കളും പ്രവർത്തകരും പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VS വിജയരാഘവൻ, CV ബാലചന്ദ്രൻ, CP മുഹമ്മദ്, VC കബീർ, K ചന്ദ്രൻ, A രാമസ്വാമി, C ചന്ദ്രൻ, വിജയൻ പൂക്കാടൻ, ശാന്ത ജയറാം, PV രാജേഷ്, B രാമചന്ദ്രൻ, PV ഷൗക്കത്ത് അലി, K ഗോപിനാഥൻ, MR രാമദാസ്, KSB തങ്ങൾ എന്നിവർ സംസാരിച്ചു. ഏത് വിഷയത്തെക്കുറിച്ചും അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ബാലൻ. അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു സെൽഫ് മെയ്ഡ് മാൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്. സ്വന്തം അധ്വാനത്തിൽ കൂടി ഉയർന്നു വന്നിട്ടുള്ള ഒരു സെൽഫ് മെയ്ഡ് മാൻ, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പോലീസ് അലംഭാവം കാണിക്കുന്നതായി പുലയർ മഹാസഭ പറഞ്ഞു. കോട്ടായ സ്വദേശി അനിതയുടെ മരണത്തിലാണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി ഇവർ പറഞ്ഞത്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട കോട്ടായി ഓടനിക്കാട് വീട്ടിൽ പരേതനായ കറുപ്പുസ്വാമിയുടെയും ദേവുവിന്റെയും മകൾ അനിത എന്ന ഗ്രീഷ്മയുടെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള പുലയർ മഹാസഭ പാലക്കാട് ജില്ലാ കൺവീനർ ആറുചാമി അമ്പലക്കാട് വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യപ്പെട്ടത്. അനിതയുടെ മരണം സ്വാഭാവിക മരണമാണെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ പരാതിയുള്ള നാട്ടുകാർ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകുകയായിരുന്നു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ടത്. തുടർന്ന് ഇതിനെതിരെ നടപടി 15 ദിവസത്തിനകം എടുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 3 മാസമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ആറുചാമി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 3 ആഴ്ചക്കുള്ളിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ പ്രഖ്യാപിച്ചിട്ടും ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ല. അനിതയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച് ദേഹോപദ്രവം ചെയ്ത് അതിന് ശേഷമാണ് ഒന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ളത്. ഇത്രയും ക്രൂരമായി അതിൻ്റെ 10-18ഓളം തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഇവിടെ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇത് ആത്മഹത്യയാണെന്ന് ചെയ്തു തീർത്തതിൽ വളരെ ദുഃഖമുണ്ട്. വഴിയോര പഴം പച്ചക്കറി കച്ചവടക്കാരനെ മർദ്ദിച്ചുവെന്ന് പരാതി. ഭാരത് മാതാ സ്കൂളിന് സമീപം പഴം വിൽപ്പന നടത്തുന്ന കല്ലേപ്പുള്ളി സ്വദേശി മുഹമ്മദ് ബാബുവിനാണ് മർദ്ദനമേറ്റത്. തനിക്ക് മർദ്ദനമേൽക്കാനുള്ള കാരണം ഇയാൾക്ക് അറിയില്ലായിരുന്നു അത്രേ. പിന്നീട് അടിയേറ്റ ഗുരുതരമായ പരിക്കുകളോടെ നാട്ടുകാർ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴാണ് ഒരു സ്ത്രീ ഓട്ടോയിലെത്തി തന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞു അത്രേ. പഴം വാങ്ങാൻ വന്ന ഈ സ്ത്രീ താനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതായും പിന്നീട് മടങ്ങിയതായും ബാബു ഓർക്കുന്നു. ഇതാവും സംഭവത്തിന് കാരണമെന്നും പറഞ്ഞു. വലിയത് 3 ആണുങ്ങളാണ്. അവർ വന്നിട്ട് നിന്റെയാണോ സാധനം കേട്ടു, അതേ പറഞ്ഞു. എന്നെ അപ്പോൾ സ്പോട്ടിൽ അടിക്കുകയായിരുന്നു. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. നിൻ്റെ കച്ചവടം നീ ഇവിടെ നിർത്തിക്കുക പറഞ്ഞു. അടിച്ചു. എന്തിനാണ് തല്ലണത് പോലും കേട്ടപ്പോഴും ഒന്നും പറഞ്ഞില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞു. ഐശ്രീ ഞാൻ ആട്ടോയിൽ തളർന്ന് ചോരയോടെ ആട്ടോയിൽ ആൾക്കാർ എന്നെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴാണ് ഐശ്രീൻ്റെ പ്രശ്നമാണെന്ന് പോലും ഞാൻ അറിയുന്നത്. അതുവരെ എനിക്ക് അറിയില്ല. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ബാബു പറയുന്നത്. യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് ലിബർട്ടിയുടെ ചെയർമാൻ മുഹമ്മദ് റാഫി പറഞ്ഞു. ഇനി മറ്റു ചില വാർത്തകൾ.
അട്ടപ്പാടിയിൽ പട്ടയമേള ജൂൺ 12-ന് 1353 പട്ടയങ്ങൾ വിതരണം ചെയ്യും. കേരള മന്ത്രിസഭയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അട്ടപ്പാടിയിൽ ജൂൺ 12-ന് പട്ടയമേളയും വനാവകാശ നിയമമനുസരിച്ച് ആദിവാസികൾക്കുള്ള പ്രമാണപത്ര വിതരണവും ധനസഹായ വിതരണവും നടക്കും. പട്ടയമേളയിൽ 517 ആദിവാസി പട്ടയം ഉൾപ്പെടെ 1353 പട്ടയങ്ങൾ വിതരണം ചെയ്യും. അഗളി കിളിയുടെ ഹാളിൽ രാവിലെ 11 തുടങ്ങുന്ന പരിപാടിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പട്ടയമേളയുടെ ഉദ്ഘാടനവും പട്ടയ വിതരണവും നിർവഹിക്കും. നിയമ സാംസ്കാരിക പട്ടിക പിന്നോക്ഷേമ വകുപ്പ് മന്ത്രി എ കെ ബാലൻ ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമി വീതം അനുവദിച്ച് എ കെ ബാലൻ പട്ടയങ്ങൾ വിതരണം ചെയ്യും. ഇത്രയും കൂടുതൽ പട്ടയങ്ങൾ ഒന്നിച്ച് വിതരണം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അട്ടപ്പാടിയിലെ ശിശുമരണവുമായി ബന്ധപ്പെട്ട് 38 അന്മമാർക്ക് 1 ലക്ഷം വീതം ദുരിതാശ്വാസവും നൽകുന്നുണ്ട്. കിൻഫ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ പാർക്കിന്റെ ശിലാസ്ഥാപനം ജൂൺ 11 നടക്കും. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ കിൻഫ്രയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന കിൻഫ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ പാർക്കിന്റെ ശിലാസ്ഥാപനം ജൂൺ 11 രാവിലെ 11-ന് കിൻഫ്ര വ്യവസായ പാർക്ക് അങ്കണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ഹർസിമത് കൗർ ബാലയും സംയുക്തമായി നിർവഹിക്കും. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. കോഴിക്കോട് പാലക്കാട് ദേശീയപാത വികസനം 1 മാസത്തിനകം സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കും. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 966 വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നതിന് MP രാജേഷ് MPയുടെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. 3 ഘട്ടങ്ങളിലായാണ് ദേശീയപാത വികസനം നടത്തുക. 1-ാം പാക്കേജിൽ നാട്ടുകൽ മുതൽ താണാവ് വരെയും, 2-ാം പാക്കേജിൽ താണാവ് മുതൽ ചന്ദ്രനഗർ വരെയും, 3-ാം പാക്കേജിൽ കുമരംപുത്തൂരിൽ നിന്ന് ആരംഭിച്ച് ചൂരിയോട് അവസാനിക്കുന്ന ഭാഗം വരെയാണ് വികസനം നടത്തുക. ആദ്യ പാക്കേജിന് 294 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പ്രാദേശിക വികസന ഫണ്ട് വിവിധ പദ്ധതികൾക്ക് 84 ലക്ഷം രൂപ അനുവദിച്ചു. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് VS അച്യുതാനന്ദൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 84 ലക്ഷം രൂപ വകയിരുത്തിയതായി MLA അറിയിച്ചു. അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ അങ്കവാൽ പറമ്പ് അംഗൻവാടി കെട്ടിട നിർമ്മാണം 10 ലക്ഷം, പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1 പുളിയൻപള്ളി അംഗൻവാടി കെട്ടിടം എന്നിവയാണ് പദ്ധതികൾ. ഭക്ഷ്യഭദ്രതാ നിയമം റേഷൻ ആനുകൂല്യം 2013-ലെ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിന്റെ ഭാഗമായി ജൂണിൽ AAY റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡൊന്നിന് 28 കിലോഗ്രാം അരിയും 7 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും. മുൻഗണനാ വിഭാഗത്തിലെ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങൾക്ക് 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുക.